അസ്സലാമു അലൈക്കും. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോമ്പ് സമയത്തും അല്ലാതെ നോമ്പില്ലാത്ത സമയത്തും എല്ലാം പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്, സ്നാക്സാണിത്. കുട്ടികൾക്ക് ഇടാൻ ഒരുപാട് വലിയ എരിയൊന്നും എടുക്കണ്ട, നല്ല ഇതായിട്ട് എടുക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. നമുക്കൊരു 4 ബ്രെഡ് വേണം. അത് മിക്സിക്കകത്തിട്ട് പൊടിക്കണം. ഒരു 3 മുട്ടയും വേണം. അപ്പോൾ ബ്രെഡ് പൊടിച്ചുകൊണ്ട് വന്ന് മുട്ട പുഴുങ്ങി ഒരു മുട്ട 4ആക്കി കട്ട് ചെയ്യണം. അതിനുശേഷം ഒന്ന് ശകലം വെള്ളം ഒഴിച്ചതൊന്ന് കുതുക്കണം, ഒന്ന് ഇതാക്കണം. വെള്ളം ഒഴിച്ച് മൊത്തത്തിൽ ഒന്ന് നനയണം. അതിനുശേഷം നമ്മൾ ഒരു സവാള അല്ലെങ്കിൽ അര സവാള, ചെറുതാണെങ്കിൽ ഒരെണ്ണം എടുക്കണം, വലുതാണെങ്കിൽ പകുതി മതി. പിന്നെ മല്ലിയില, പച്ചമുളക്, കറിവേപ്പില, ഇത്ര ഇട്ട് ഇതിനകത്തോട്ട്, ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളാണ്. പിന്നെ അതെല്ലാം കൂടെ ഇട്ടതിന് ശേഷം അതൊന്ന് നല്ല മിക്സ് ചെയ്യണം. അതിനുശേഷം ഇഞ്ചിയുണ്ട്, ശകല ഇഞ്ചി ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട്, വേണമെങ്കിൽ ഒരു ശകലം ഒരു നുള്ളു കായപ്പൊടി ഇടാം. ഞാൻ കായപ്പൊടി ഇട്ടിട്ടില്ല. ഒന്ന് ഇളക്കണം, ഇതെല്ലാം ഒന്ന് ഇളക്കണം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണിത്. കൈകൊണ്ട് നല്ലതുപോലെ കൈകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം, മിക്സ് ചെയ്യണം, കൂട്ടി യോജിപ്പിക്കണം. ഇനി ഞാൻ കിഴങ്ങിടാൻ മറന്നുപോയി. പുഴുങ്ങി വെച്ചിരുന്ന ഒരു കിഴങ്ങെടുക്കണം, ഒരു ചെറിയ കിഴങ്ങ്. അത് ഇട്ടിട്ട് ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതിട്ടാലും മതി. പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല. ചിക്കൻ മസാല ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇതെടുത്തത്. പിന്നെ ഇത് ഒരു ചെറിയ 2 സ്പൂണിന് മൈദാമാവ്, ഒരു 2 അതേമാതിരി തന്നെ 2 സ്പൂണ് അളവിന് ഒരു അരിപ്പൊടിയൊക്കെ ഇടുന്നത് നല്ല ക്രിസ്പി, നല്ല കട്ടി വരാനും ക്രിസ്പി ആവാനും ഒക്കെയാണ്. അപ്പോൾ ആ കിഴങ്ങും ആ പൊടികളും എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ, ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇതിന്. വേണമെങ്കിൽ ഒരു തുള്ളി, ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, വേണമെങ്കിൽ ഒരു തുള്ളി വെള്ളം ഒഴിക്കാം. കാരണം ഇത് കട്ടിയായിട്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിന് ശകലം കട്ടി വേണം. പിന്നെ ഉള്ളിയുടെയും അതിൻ്റെയൊക്കെ വെള്ളം ഉണ്ടായത് കൊണ്ട് ഇത് ഞാൻ എല്ലാം റെഡിയാക്കി പെട്ടെന്ന് തയ്യാറാക്കാം. ഇനി ആ വെള്ളം ഒന്ന് നമ്മുടെ കയ്യിലൊന്ന് നനച്ചു കൊടുക്കണം. അതിനുശേഷം കയ്യിലോട്ട് വെച്ചൊന്ന് പരത്തണം. ഒരു നാരങ്ങ വലിപ്പം എടുക്കണം. ഒരുപാട് വേണ്ട, മാവൊന്നും ഒരുപാട് വെക്കണ്ട, കാരണം ഇത് ഉള്ളു വേവണ്ട. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ. മുട്ട പുഴുങ്ങിയതാ, ഒരു മുട്ട ഞാൻ 4ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഇത് ഉന്നക്കാട് കണക്കൊന്നും ഒരുപാട് ഷേപ്പൊന്നും വരുത്തണ്ട, ചുമ്മാ ഒന്ന് പിടിച്ചങ്ങോട്ട് വെച്ചാൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങളൊന്ന് തയ്യാറാക്കണം ഈ നോമ്പ് മാസം. നോമ്പില്ലാത്ത സമയത്ത് വൈകിട്ട് ചായക്കും ഇത് തയ്യാറാക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. റെഡി ആയിട്ടുണ്ട്. കണ്ട, ആ മുട്ടയൊന്ന് ശകലം കാണുന്നു, അവിടെ ഒന്ന് മാവ് വെച്ചൊന്ന് അടയ്ക്കാം. ശകലം മതി മാവ്. അതാണ് ഒരു നെല്ലിക്ക അല്ല, നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു മതി. ഒരുപാട് ഷേപ്പ് ഒന്നും വേണ്ട, ഇങ്ങനെ അങ്ങോട്ട് വെച്ചാൽ മതി. ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതേമാതിരി വെള്ളം ഒന്ന് നനയ്ക്കണം. കൈ കൊണ്ടൊന്ന് നനച്ചെടുത്തിട്ട് നമ്മുടെ പരത്തുന്ന കയ്യിലും കൂടെ, ഇടത്തെ കയ്യിലും കൂടെ ശകലം വെള്ളം ഒന്ന് നനയണം. എണ്ണയായാലും വേണമെങ്കിൽ വേണ്ട, ഞാൻ എണ്ണയൊന്നും എടുത്തില്ല. അപ്പം നമ്മൾ കട്ടിയായിട്ടിരിക്കുന്ന മാവായതുകൊണ്ട് വെള്ളം കുറവായതിന്, അതുകൊണ്ട് ഇച്ചിരി വെള്ളം നനച്ചാലും കുഴപ്പമൊന്നുമില്ല. ഓരോ പീസും എടുത്ത് വെച്ച് നമുക്കിതൊന്ന് പൊതിയാം. പുട്ടിയൊന്നും പോത്തില്ല, നമ്മൾ മാവ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് മാവും ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് ഒരുപാട് മാവാകുമ്പം ഉള്ളു വേവത്തില്ല, ആ ഉള്ളിലോട്ട് ഇത് പോത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത്. പക്ഷെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇങ്ങനെ ഓരോന്നും റോൾ ചെയ്ത് വെച്ചിട്ട് അന്നേരം തന്നെ നമുക്ക് പൊരിക്കാം. അന്നേരം തയ്യാറാക്കി അന്നേരം പൊരിക്കാം. അതുകൊണ്ട് എല്ലാം റെഡി ആയിരുന്നിട്ടുണ്ട്. ഒരു 12 മുട്ട ഉണ്ടായിരുന്നു, പക്ഷേ 11 എണ്ണത്തിന് മാവ് വന്നുള്ളൂ, ഒരെണ്ണം അധികം വന്ന്. അപ്പം 4 ബ്രെഡും 3 മുട്ടയുണ്ടെങ്കിൽ എല്ലാം റെഡി. പിന്നെ ബാക്കിയുള്ള ചേരുവകളെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ്. അങ്ങനെ ഞാൻ ചീനിച്ചട്ടി അടുപ്പേ വെച്ച് പൊരിച്ചെടുക്കാം. മീഡിയം തീയിലേ ഇട്ടേക്കാവൂ.
തീ കൂട്ടിയിടരുത്. കാരണം അകത്തോട്ട് ഇത് കയറണം, ഉള്ളു വേവണമല്ലോ. ബ്രെഡാണ്, പിന്നെ അരിപ്പൊടിയും മൈദാപ്പൊടിയും. അത് ഞാൻ 2 എണ്ണം ഇട്ട് കൊടുക്കുക. എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം 3 എണ്ണം ഇട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം, തീ കുറച്ച് വെച്ചിട്ട്. ഞാൻ ഒന്ന് തിരിച്ചിടട്ടെ. തീ കുറച്ചാണ് വെച്ചേക്കുന്നത്. കണ്ടോ, തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് എടുക്കാം. വേണ്ട, ഇനി ബാക്കിയുള്ളതും അങ്ങോട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. പൊടിയത്തൊന്നുമില്ല. അതും അങ്ങനെ റെഡിയായി. അതും നമുക്ക് എണ്ണയ്ക്കകത്തു നിന്ന് എടുക്കാം. എണ്ണ കുടിക്കത്തില്ല, അങ്ങനെ ഒരിതുണ്ട്. പെട്ടെന്ന് അങ്ങ് എടുക്കാം. ബാക്കിയുള്ളതും ഇതേമാതിരി പൊരിച്ചെടുക്കാം. ബാക്കി ഇനി 3 എണ്ണം ഉണ്ട്, അതും പൊരിച്ചെടുക്കാം നമുക്ക്. അങ്ങനെ അതെല്ലാം പൊരിച്ചെടുത്ത് വേണ്ട, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും.